പൊതുപ്രവർത്തനം അവസാനിക്കുന്നു എന്ന് അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുകയാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട വാർത്ത. അതും മൂന്നാം മോദി സർക്കാർ അധികാരമേൽക്കുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വളരെ നിർണായകമായ പ്രഖ്യാപനം നടത്തുന്നു. തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ കർട്ടനിടുകയാണ് എന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞിരിക്കുന്നു. എന്താണ് സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമാകണം. ഇനി തിരഞ്ഞെടുപ്പ് തോൽവിയുടെ ഒരു പ്രശ്നമാണോ, അല്ലെങ്കിൽ അതാണെങ്കിൽ ഉറപ്പായും അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം പ്രതീക്ഷിച്ചിരുന്നു. ഉറപ്പായും ജയിക്കും എന്നുള്ള രീതിയിലാണ് തിരുവനന്തപുരത്ത് മുന്നോട്ട് നീങ്ങിയത്. അതിനൊപ്പം തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് രണ്ട് തട്ടിലായി അവിടുത്തെ BJP പ്രവർത്തകരും രാജീവ് ചന്ദ്രശേഖറിന്റെ ടീമും നീങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അവസാന നിമിഷം വരെ ലീഡ് ചെയ്ത് വന്നതാണ് ഏറ്റവും പ്രധാനം. ജയിക്കും എന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ആ അവസാന നിമിഷത്തെ ഒരു ട്വിസ്റ്റ് ആണ്. പക്ഷേ അതാണെങ്കിൽ ലീഡ് ഭയങ്കര കുറവായിരുന്നു അല്ലേ? സാധാരണ ശശി തരൂർ ലഭിക്കുന്ന ലീഡൊന്നും ഉണ്ടായിരുന്നില്ല. രാജീവ് ചന്ദ്രശേഖർക്ക് നന്ദി പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം. പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും എന്ന് അദ്ദേഹം പരസ്യ പ്രഖ്യാപനം അതിന് അദ്ദേഹം തെരഞ്ഞെടുത്ത സമയമാണ് സേതു. വളരെ ഏറ്റവും പ്രധാനം തന്നെയാണ്. കാരണം ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ള മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറാൻ. കേരളത്തിൽ നിന്ന് 2 മന്ത്രിമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖർ, അത് മുൻ കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം, അങ്ങനെയുള്ള രാജീവ് ചന്ദ്രശേഖർ നരേന്ദ്രമോദിയുമായും അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയുമായി ഇത്രയും അടുത്ത ബന്ധമുള്ള രാജീവ് ചന്ദ്രശേഖർ ഈ ഒരു നിമിഷത്തിൽ തന്റെ പൊതുപ്രവർത്തനത്തിന് കർട്ടനിടാൻ പോവുകയാണ് എന്ന് പറയുന്നത് തീർച്ചയായും രാഷ്ട്രീയ മാനങ്ങൾ ഏറെയാണ്. ഇതിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ്. പൊതുപ്രവർത്തനത്തിന് തിരശ്ശീലയിടുന്നു. അതും 18 വർഷത്തെ പൊതുപ്രവർത്തനം താൻ അവസാനിപ്പിക്കുന്നു എന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്ന ഈ സമയം തന്നെയാണ് ഏറ്റവും പ്രധാനം. അദ്ദേഹം വ്യവസായിയാണ്. അദ്ദേഹം കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി സ്വാതി ന്യൂസ് ഡെസ്കിൽ നിന്നും സ്വാതി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സ്വാതി, എന്താണിപ്പോൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്? 18 വർഷത്തെ പൊതുപ്രവർത്തന ജീവിതം അവസാനിപ്പിക്കുവാൻ രാജീവ് ചന്ദ്രശേഖറിന് പ്രേരണയായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ലക്ഷ്മി പത്മ, സേതുലക്ഷ്മി, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ 18 വർഷം നീണ്ട തൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഏവരും നോക്കേണ്ട ഒരു കാര്യം, മോദി മന്ത്രിസഭയുടെ 3ാം മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള വേളയിൽ അതിന് ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കിയാണ് 3ാം മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി. ആ ഒരു ആവേശത്തിലും ആഘോഷത്തിലുമാണ് പ്രത്യേകിച്ചും BJP പ്രവർത്തകരും രാജ്യം മുഴുവനുള്ള ആളുകളും. കേരളത്തിൽ നിന്നും 2 മന്ത്രിമാർ, സുരേഷ് ഗോപി അടക്കം 2 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ആ ഒരു ആവേശം കേരളത്തിലെ BJP ഘടകങ്ങളിലും ഉള്ളപ്പോഴാണ് കേരളത്തിൽ നിന്നുള്ള BJPയുടെ പ്രധാന നേതാവായ രാജീവ് ചന്ദ്രശേഖർ തൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്നത്. ഇത് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കും എന്ന് ഉറപ്പാണ്. കാരണം നമുക്ക് ഈ ഒരു വാക്ക് തന്നെ ഉപയോഗിക്കാം, വിരോധാഭാസം എന്ന് തന്നെ ഉപയോഗിക്കാം. കാരണം ഒരു വശത്ത് വലിയ തരത്തിലുള്ള ആഘോഷങ്ങൾ നടക്കുമ്പോഴാണ് കേന്ദ്രമന്ത്രിയും MP-യുമായിരുന്ന, വളരെ കാലമായി BJPയിൽ പ്രവർത്തിക്കുന്ന, BJPയുടെ സമുന്നതനായ കേരളത്തിലെ നേതാവ് രാജീവ് ചന്ദ്രശേഖർ തൻ്റെ രാഷ്ട്രീയ ജീവിതം 18 വർഷം നീണ്ട രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പൊതുരംഗത്ത് നിന്നും താൻ മാറി നിൽക്കുന്നു എന്നാണ് പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2ാം മന്ത്രിസഭയിൽ മന്ത്രിയായി സേവനം അനുഷ്ഠിച്ചതിൽ താൻ പ്രത്യേകം സന്തുഷ്ടനാണ് എന്ന് പറഞ്ഞുകൂടിയാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെയാണ് താൻ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് പ്രത്യേകം ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം കുറിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ 3 വർഷം തനിക്കൊപ്പം ഉണ്ടായിരുന്ന സഹപ്രവർത്തകർക്കും അദ്ദേഹം നന്ദി പറയുന്നുണ്ട്. പാർട്ടിയിൽ താൻ ഇനിയും താൻ പ്രവർത്തിക്കുമെന്നും, എന്നാൽ പൊതുരംഗത്തേക്ക് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇനിയില്ല എന്നുള്ളൊരു സൂചനയാണ് ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തരുന്നത്. വലിയ രീതിയിൽ മുന്നേറ്റം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ പ്രതീക്ഷിച്ചിരുന്നു. അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ ജയിച്ചു കയറുകയാണെങ്കിൽ ഒരു മന്ത്രിസ്ഥാനവും അദ്ദേഹത്തിന് ഉറപ്പാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു രാഷ്ട്രീയ സമവാക്യങ്ങൾ നോക്കിയാൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ അവസാന നിമിഷമാണ് ശശി തരൂരിനോട് പൊരുതി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് തോൽവി അറിയുന്നത്. ആ ഒരു തോൽവിയുടെ പശ്ചാത്തലത്തിൽ, ആ തോൽവിക്ക് പിന്നാലെ ഇന്നിപ്പോൾ ആ കൃത്യസമയത്ത് നരേന്ദ്രമോദി സർക്കാർ 3ാം ഊഴത്തിൽ
കേരളത്തിനായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ ഒരു സമയത്ത്, ആ സത്യപ്രതിജ്ഞാ ചടങ്ങ് രാഷ്ട്ര തലസ്ഥാനത്ത് നടക്കുന്ന ആ ഒരു സമയത്ത്, കേരളം മുഴുവൻ ആ ഒരു ആവേശത്തിലേക്ക് നീങ്ങുന്ന സമയത്താണ് രാജീവ് ചന്ദ്രശേഖർ ഇത്തരം ഒരു കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങുന്നത്. ഉറപ്പായും അത് പലതരത്തിലുള്ള തീർത്തും കടുത്ത തീരുമാനം തന്നെ. ഈ ട്വിസ്റ്റുകൾ ഏതായാലും ഇന്ന് രാവിലെ തുടങ്ങിയ ട്വിസ്റ്റുകൾ അവസാനിക്കുന്നില്ല. ഇന്ന് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ചവരിൽ VK പാണ്ഡ്യനുമുണ്ട്. നവീൻ പട്നായിക്കിന്റെ വിശ്വസ്തൻ ഒഡീഷയിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ചിരിക്കുന്നു. മറ്റാരും, മലയാളികൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരാൾ കൂടി രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ചു. പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ, തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി, 2ാം സ്ഥാനത്തെത്തിയ സ്ഥാനാർത്ഥി, മുൻ കേന്ദ്രമന്ത്രി. അദ്ദേഹം പൊതുപ്രവർത്തന ജീവിതം അവസാനിപ്പിച്ചു എന്ന് ഫേസ്ബുക്കിലൂടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്.